ഛർദിയിൽ ഭർത്താവ് പറഞ്ഞു, എന്താ ഇവളുടെ ഛർദിയിൽ ഒരു കളർ വ്യത്യാസം, കൊച്ചിൻ്റെ ബ്ലഡാണ് അവൾ ഛർദിച്ചേക്കുന്നത്. അവൾ കഞ്ഞി കുടിച്ച് കടന്നിട്ട് ഒരു തുള്ളി വറ്റ് പോലും അതിലില്ല, ബാക്കി മുഴുവൻ ബ്ലഡാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൾ വീണ്ടും ഛർദിച്ചു, വീണ്ടും ബ്ലഡ് തന്നെ. ഞങ്ങൾ പെട്ടെന്ന് എടുത്തു കൊണ്ടുപോയി, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഞങ്ങൾ പേടിച്ച് വേഗം എടുത്തു. ഇപ്പോൾ ആ പേടിയുടെ ഇടയ്ക്കും എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കാശ്രൂവും തൈലവും ഉപ്പും എൻ്റെ തേനുമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓടിപ്പോയി അതെടുത്തു കൈവശം വെച്ചു. ഞാൻ പോണ വഴിക്ക് ഇവൾ പറഞ്ഞു, അമ്മേ നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ, പേടിക്കണ്ട. അവൾ പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ്, എങ്കിലും അവൾ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു പേടിക്കണ്ടെന്ന്. ഞങ്ങൾ പോണ വഴിക്ക് ഇപ്പോൾ പല അസുഖങ്ങളാണ് കേൾക്കുന്നത്. ബ്ലഡ് ഛർദ്ദിച്ച് എനിക്ക് ആകെ പേടിയായി. ഞാൻ കരയുന്നുണ്ട്, എന്നാലും ഒരുപാട് ഒച്ച കരയാൻ പറ്റുന്നില്ല, കൊച്ചു പേടിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കരയുന്നില്ല. അന്നേരം ഞാൻ പോണ വഴിക്ക് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിന് വേറെ ഒരു അസുഖമാണെന്ന് എനിക്ക് കേൾക്കാൻ പാടില്ല. അവൾക്ക് ഒരു സാധാരണ പനി മാത്രമായിരിക്കണേ, വേറെ ഒരു കാര്യം എനിക്ക് ഡോക്ടർമാർ പറയുന്നത് കേൾക്കാൻ പറ്റൂല. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്നപ്പോഴാണ് അറിയുന്നത് അവളെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പറ്റെ താന്നു, BP കുറഞ്ഞു, പനി കണ്ടമാനം കൂടി. അധിക പനിയുടെ മരുന്ന് കൊടുത്തിട്ട് അവൾക്ക് കുറയുന്നില്ല. ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു ഇനി ഛർദ്ദിക്കുകയാണെങ്കിൽ കൊച്ചിനെ ICUയിലേക്ക് മാറ്റണം. ICUയിലേക്ക് മാറ്റിയാൽ പേടി കൂടുതലുള്ളതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കില്ല. എനിക്ക് വല്ലാതെ പേടിയാകാൻ തുടങ്ങി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ICUയിലേക്ക് കയറ്റാൻ എൻ്റെ കുഞ്ഞിനെ ഇടവരുത്തരുത്. എനിക്ക് ഇനി ഛർദ്ദിക്കാനും പാടില്ല, ബ്ലഡ് ഛർദ്ദിക്കാനും പാടില്ല. ബ്ലഡ് ഛർദ്ദിച്ചാൽ ICUയിൽ കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് അവൾ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു, കൊന്ത അഴിക്ക്, കാശിരുവ് എടുക്ക്. ആ കൊന്തയിൽ ഒരു കാശിരുവും ആ കൊന്ത കഴുത്തിലുള്ളതാണ് എൻ്റെ ആകപ്പാടെ ഒരു ധൈര്യം. ഞാൻ പറഞ്ഞു, അത് ഒട്ടിച്ച് വെച്ചേക്കുവാണ്, അഴിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു പറ്റില്ല. ഞാൻ വേഗം എൻ്റെ ഉടമ്പടി കാശിരുവ് എടുത്ത് ടവലിൽ പൊതിഞ്ഞിട്ട് കൊച്ചിനോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചെല്ലിക്കോ, ഇത് നീ അവരെ കാണിച്ചിട്ടുണ്ട്, അവർ സമ്മതിക്കുകയില്ല, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അവൾ എക്സ്റേ എടുത്തു. ആ എക്സ്റേയിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെയായി, അവൾക്ക് പനി കുറയുന്നില്ല, അവളുടെ മോഷൻ പോകാൻ തുടങ്ങി, ബ്ലാക്ക് കളറിൽ. ഛർദ്ദിച്ചില്ല. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞതിന് ശേഷം അവൾ ഛർദ്ദിച്ചില്ല. അവളുടെ മോഷൻ പോകുന്നത് ബ്ലാക്ക് കളറിൽ. ഞങ്ങളുടെ അവിടെ ഹോസ്പിറ്റലിലെ നേഴ്സുമാർ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഞങ്ങൾ പെട്ടെന്ന് കോഴിക്കോട് കൊണ്ടുവന്നു. അവിടുന്ന് പോരുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, ഡെങ്കിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ഈ